മനുഷ്യരെ ജാതി തിരിച്ച് മാത്രം കാണാൻ കഴിയുന്ന ഈ വികൃത മനസ്സുകളൊക്കെ നമ്മുടെ ചെലവിലാണല്ലോ പാർലമെന്റിൽ പോയിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ. പൂണൂലഴിച്ചും മറക്കുട ഉപേക്ഷിച്ചും മനുഷ്യരായെന്ന് പ്രഖ്യാപിച്ചവരെ മഹാന്മാരെന്ന് വിളിക്കുന്ന ഈ കേരളം തന്നെയാണല്ലോ സുരേഷ് ഗോപിയുടെയും നാടെന്ന് ഓർക്കുമ്പോഴാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. ഈ ജാതിയിലും മതത്തിലുമൊന്നും ഒരു കാര്യവുമില്ല. അത് ഒരു തരത്തിലും മനുഷ്യന് യോഗ്യതയോ അയോഗ്യതയോ അല്ല. ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊന്നില്ല. ജനനം കൊണ്ട് മാത്രം ഏതെങ്കിലുമൊക്കെ ജാതികളിലായിപ്പോയവരാണ് നാം എല്ലാം എന്നൊക്കെയാണല്ലോ. എന്നാൽ ഇവിടെ ഒരാൾ, വെറും ഒരാളല്ല, സകല ജാതിയിലുമുള്ളവരുടെ നികുതിപ്പണം കൊണ്ട് അലവൻസും ടിഎയും ഒക്കെ വാങ്ങുന്ന ഒരു മാന്യൻ പ്രഖ്യാപിക്കുകയാണ് പൂണൂലിട്ടവർ ദൈവത്തിന് സമന്മാരാണ് എന്ന്. ബ്രാഹ്മണർ എല്ലാവർക്കും മേലെയാണ്. വൈകാരികമായി എന്നോട് ചോദിച്ചാൽ പൂണൂലിട്ടവരെ എല്ലാം ദൈവങ്ങളായി കാണണം, ദൈവതുല്യരായി കാണണം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ ഭക്തനാണ്. തട്ടിപ്പിന്റെ മറ്റൊരു മുഖം മാത്രമാണത്. മതത്തെയും ദൈവത്തെയും കൊണ്ട് മുതലെടുത്ത് വളർന്നവരാണിവർ. ദൈവമില്ലെന്നും മതം നിരർത്ഥവുമാണെന്നും മറ്റാരേക്കാളും അറിയാവുന്നവരാണിവർ. ഈ ചൂഷക ശക്തികൾ നിലനിൽക്കുവോളം മതം നശിക്കാനിടയില്ല. ദൈവസങ്കല്പത്തിന്റെ ബാലിശത്വം മനസ്സിലാക്കിയ ഇവരുടെ തന്ത്രമാണിത്. ആ ഹൃദയവും നാവും വിരലുകളും എന്റേതായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട്. അച്ഛൻ പഴയ ആചാരങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. 5000 കൊല്ലം പഴക്കമുള്ളത്. ലോകം വളരെ മാറി. മനുഷ്യന്റെ ബുദ്ധി അധ്വാന ശക്തിയും കൂടി. സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇന്നീ കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം. അല്ലാതെ നായാടി നടന്ന മനുഷ്യൻ പ്രകൃതി അത്ഭുതങ്ങളെ കണ്ട് സ്തുതിച്ച വേദഗാനങ്ങളുടെ ആവർത്തനമല്ല, തനി അന്ധവിശ്വാസമാണ് ഇതൊക്കെ. ഉള്ളിലെ മാലിന്യങ്ങൾ മറച്ചു വെക്കാനുള്ള കഴിവില്ലാത്ത കൊണ്ടാണോ, അതോ മനസ്സിലെ അമേദ്യത്തെ അമൃതായി കരുതി സ്വയം അഭിമാനിക്കുന്ന കൊണ്ടാണോ എന്നറിയില്ല സുരേഷ് ഗോപി ഇങ്ങനെ വായിലൂടെ വയറിളക്കുന്നത്. മറ്റ് വിഭാഗങ്ങളോടില്ലാത്ത അളിഞ്ഞ ആരാധന ബ്രാഹ്മണരോട് തോന്നുന്ന സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണരല്ലാത്തവരോട്, അതിലെ പല തട്ടുകളോട് എന്തായിരിക്കും വികാരം? മരിച്ച മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയിലെ തന്ത്രിമുഖ്യനാവണം. ഞാൻ നമ്പൂരിയല്ല, മനുഷ്യനാണ്, വെറും മനുഷ്യൻ. ഞാൻ എന്നേ എന്റെ പൂണൂൽ പൊട്ടിച്ചു കളഞ്ഞു. അന്ധവിശ്വാസത്തിന്റെ ആ കറുത്ത ചരട് ഞാൻ അറുത്തു. സിനിമയിൽ അഭിനയിച്ച ഡയലോഗ് വായിച്ചു നോക്കിയപ്പോൾ പോലും നാട്ടിൽ പുരോഗമന ചിന്തകളുണ്ടെന്ന് ഈ മഹാനടൻ അറിഞ്ഞിട്ടേയില്ല. BJPക്ക് ഇങ്ങനൊക്കെ തന്നെ വേണം. ഇത് ഗുണമല്ല ചെയ്യുക, നാട്ടുകാരെ പറ്റിക്കുകയാണ്, വഞ്ചനയാണ്, വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന അധർമ്മമാണ്. അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതിൽ നിന്ന് തന്നെ ബ്രാഹ്മണനും ബ്രാഹ്മണ്യത്തിനും ഒരു അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. വളരെയധികം നന്ദി. നല്ലൊരു കൈയടി ശ്രീ സുരേഷ് ഗോപി.